ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് കേരളം ജമ്മു കാശ്മീരിനെ പരാജയപ്പെടുത്തിയത്. കേരളത്തിന്റെ മുന്നേറ്റ താരം കണ്ണനാണ് കേരളത്തിന് വേണ്ടി ഇരട്ട ഗോൾ നേടിയത്. മത്സരത്തിന്റെ 37-ാം മിനിറ്റിലും 67-ാം മിനിറ്റിലുമാണ് കണ്ണനിലൂടെ കേരളം ജമ്മു കാശ്മീരിന്റെ വല ചലിപ്പിച്ചത്. കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണന്റെ പ്രതികരണത്തിലേക്ക്. ശക്തമായിരുന്നു, തീർച്ചയായും ശക്തമായിരുന്നു. ആദ്യത്തെ കളിയുടെ ഒരു പ്രഷർ നമുക്കുണ്ടായിരുന്നു. ആദ്യത്തെ മാച്ച് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അടുത്ത കളി എന്തായാലും അതെല്ലാം ശരിയാക്കി കളിക്കുന്നതാണ്. എല്ലാ മത്സരങ്ങളും 3 മത്സരങ്ങളും നമുക്ക് ടൈറ്റ് തന്നെയാണ്. ഇതിനകത്ത് ഡ്രോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് നോക്കുന്നില്ല. ജയം തന്നെ, ജയത്തിൽ കുറവ് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. രണ്ടാം പകുതിയിൽ കൗണ്ടർ അറ്റാക്ക് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റിൽ തന്നെ രാകേഷിന് ഇഞ്ചുറി പറ്റിയൊരു വല്ലാത്തൊരു ഇതായിരുന്നു, ഒരു ഷോക്കായിരുന്നു. അതുപോലെ തന്നെ ഉസ്മാൻ അവസാനമായപ്പോഴത്തേക്ക് ഉസ്മാനും ചെറിയൊരു ഇഞ്ചുറി. അടുത്ത കളി എല്ലാവരും റിക്കവർ ചെയ്ത് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. അടുത്ത കളിയിലേക്ക് അവർ തിരിച്ചിറങ്ങും. ഉസ്മാൻ എന്തായാലും ആണ്. ജയിച്ചെങ്കിലും കേരളം മത്സരത്തിൽ ഒത്തുണക്കം കാട്ടിയില്ല. ജമ്മു കാശ്മീരിന്റെ കളി ശരാശരിയിൽ താഴെയായിരുന്നു. കേരളം നിരവധി ഗോളവസരങ്ങൾ പാഴാക്കി. ആദ്യ മത്സരത്തിന്റെ ആവേശത്തിൽ കേരളം പല വേളകളിലും കളി മറന്നുപോയതായും ദൃശ്യമായി. കേരളം വിജയിച്ചുവെങ്കിലും ഒത്തുണക്കമില്ലാത്ത പ്രകടനമാണ് ജമ്മു കാശ്മീരിനെതിരെ കേരളം പുറത്തെടുത്തത്. ഈ പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ സെമി സാധ്യതകൾ ഇനിയും മങ്ങലേൽക്കും. ക്യാമറമാൻ സനോജ് പയ്യന്നൂരിനൊപ്പം ജോസി ബാബു, കേരള വിഷൻ, കൊച്ചി.